ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഇന്ത്യൻ സമ്പദ്ഘടന 1950 മുതൽ 1990 വരെ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ 2 ഡിഗ്രി പ്രിലിംസിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം കുറച്ച് ലെവലുള്ള ക്വസ്റ്റ്യൻസ്, കുറച്ച് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇനി +1ലെയും +2ലെയും എക്കണോമിക്സ് ചാപ്റ്റേഴ്സ് ഒന്നും ഒഴിച്ച് കൂടാൻ പറ്റാത്തതൊന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് അതൊന്ന് നന്നായിട്ട് നോക്കി പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് വെച്ച് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ചാപ്റ്ററാണ്. മെയിനായിട്ടും പഞ്ചവത്സര പദ്ധതികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആരെങ്കിലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നിഷ്ഠ PSCയിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളുടെ കുറച്ച് കാര്യങ്ങൾ, അതായത് ലക്ഷ്യങ്ങൾ മാത്രം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് തൊട്ടടുത്തുള്ള വർഷങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണ് കൃഷിയിലും വ്യവസായത്തിലും ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളതെന്നും എന്തൊക്കെയാണ് മാറ്റങ്ങൾ സർക്കാരുകൾ ഒക്കെ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഒന്നും നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പോർഷൻസും മാത്രമായിരിക്കും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കോട്ട് നിങ്ങൾക്ക് കാണാം. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ കേന്ദ്ര ലക്ഷ്യം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുകയും സമ്പന്നവും വൈവിധ്യവുമാർന്ന ജീവിതത്തിനായിട്ട് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്ന വികസന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നതാണ്. ഈ ഒരു കോട്ട് വന്നിട്ടുള്ളത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രേഖയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കോട്ടാണ്. ഇതിലൊക്കെ ചിലപ്പം ചോദിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ മെയിനായിട്ടും വരുന്നത് സമ്പദ് വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ഉള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുണ്ട്, അതുപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും മിശ്ര സമ്പദ് വ്യവസ്ഥയും, അങ്ങനെ 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകളാണ് ഉള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ മുതലാളിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു കുത്തകയാണ്. മുതലാളിമാരുടെ ഒരു കുത്തകയുള്ള ടൈപ്പ് സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരു മുതലാളിത്ത സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ക്രയശേഷിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു ലൈൻ ഓർത്തിരിക്കുക. എന്താണോ ആൾക്കാർക്ക് വേണ്ടത്, ആൾക്കാരുടെ സപ്ലൈ ഡിമാൻഡ് അനുസരിച്ചിട്ടല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എന്താണ് ക്രയശേഷി? ക്രയശേഷി എന്ന് പറഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് സാധനം വാങ്ങാനും വിൽക്കാനുമുള്ള ആ ഒരു ശേഷി, വാങ്ങാനുള്ള ആ ഒരു ശേഷിന്, വിൽക്കാനല്ല വാങ്ങാനുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള ശേഷിയാണ് നമ്മൾ ക്രയശേഷി എന്ന് പറയുന്നത്. ആളുകളുടെ ആ ഒരു ക്രയശേഷിയിൽ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അവർ പ്രോഡക്ട്സും സർവീസസും ഒക്കെ ആൾക്കാർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് എന്ത് പറയാം, ഉൽപാദന ഉപാധികൾ സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ മേഖലകളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ആയിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ലാഭമായിരിക്കും. ഓക്കെ, ഇവരുടെ വേറെ ഒരു എയിം ഇല്ല. ആൾക്കാർക്ക് നല്ലത് വരണമെന്നോ അങ്ങനത്തെ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കുന്നില്ല. ഇവർക്ക് ജസ്റ്റ് പ്രോഫിറ്റ്, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് മാത്രമാണ് അവരുടെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, വിപണിയിൽ ചോദനമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമായിരിക്കും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് എന്താണോ വിപണിയിൽ ഡിമാൻഡ് ഉള്ളത്, കാരണം അവർക്ക് പ്രോഫിറ്റ് ആണ് കിട്ടേണ്ടത്. അപ്പം വിപണിക്ക് എന്താണോ വേണ്ടത്, ആൾക്കാർക്ക് എന്താണോ കൂടുതലായിട്ടും ആവശ്യപ്പെടുന്നത്, ആ ഒരു കാര്യം മാത്രം എടുത്തിട്ടായിരിക്കും ഇവർ പ്രൊഡ്യൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധനങ്ങളും സേവനങ്ങളും വിതരണം ചെയ്യുന്നത് ജനങ്ങളുടെ ആവശ്യകത നോക്കിയല്ല. അതാണ് നമ്മൾ പറഞ്ഞത്, ജനങ്ങളുടെ ആവശ്യകത നോക്കിയല്ല ഇവർ ചെയ്യുന്നത്, മറിച്ച് അവരുടെ ക്രയശേഷിയുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു പോയിന്റാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി സോഷ്യലിസ്റ്റിലേക്ക് വരികയാണെങ്കിൽ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ്? ഇവിടെ സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ഏതൊക്കെ വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ഇവിടെ എന്തായിരുന്നു, മുതലാളിത്തത്തിലാവുമ്പോൾ ഒരു വ്യക്തിയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മേഖലയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. സോഷ്യലിസ്റ്റിലേക്ക് വരുമ്പോഴെങ്ങനെയാണ്, എന്താണോ സമൂഹത്തിന് ആവശ്യമുള്ളത്, എന്ത് വസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് സർക്കാരായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമായിരിക്കും സോഷ്യലിസ്റ്റ് സമൂഹത്തിലെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ഇവിടെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ആപ്ലിക്കബിൾ അല്ല. കാരണം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഒരു സ്വകാര്യ സ്വത്ത് വരുന്നില്ല. കാരണം ഒക്കെ സർക്കാരിന്റെ അണ്ടറിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കുക. ഇവിടെ സ്വകാര്യ സ്വത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. എന്തിനാണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, സാമൂഹ്യക്ഷേമം. ഓക്കെ, സാമൂഹ്യക്ഷേമത്തിനാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്.
ഓക്കെ, ഇനി സാമൂഹ്യക്ഷേമമാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിന്റെ മുഖ്യ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് മുഖ്യ അടിസ്ഥാനമായിട്ടുള്ളത്? ഏതാണ്? സാമൂഹ്യക്ഷേമമാണ്. ഇനി സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നത് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ്, അവരുടെ ക്രയശേഷിയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മളുടെ എന്താണോ മുതലാളിത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് സോഷ്യലിസ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത്. ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥയാണെങ്കിൽ നമുക്കറിയാം സോഷ്യലിസ്റ്റിന്റെയും അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മുതലാളിത്തത്തിന്റെയും കുറച്ച് നല്ല കാര്യങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഫോളോ ചെയ്യുന്നത് ഈ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓക്കെ, ഇനി ഈ ഒരു നമ്മൾ ഇവിടെ പറയുന്നതിൽ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സോഷ്യലിസ്റ്റ് രാജ്യം പൗരന്മാർക്ക് സൗജന്യമായിട്ട് ആരോഗ്യ പരിരക്ഷ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക കേട്ടോ. സൗജന്യ ആരോഗ്യ പരിരക്ഷ, പിന്നെ സ്വകാര്യ സ്വത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇനി മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്? മുതലാളിത്തത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു നമുക്ക് പറയാം ഒരു സങ്കര ഇനമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നത് പദ്ധതികളെ കുറിച്ചിട്ടുള്ളതൊക്കെയാണ്. അപ്പം പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇന്ത്യയിൽ പദ്ധതികൾ നടപ്പിലാക്കുന്നത് 5 വർഷ കാലയളവിലേക്കാണ്. പൊതുവായതും പ്രത്യേകമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളൊക്കെ 5 വർഷം കൂടി നേടിയെടുക്കുക എന്നുള്ള ആ ഒരു ഒബ്ജക്റ്റീവിലാണ് പഞ്ചവത്സര പദ്ധതികൾ വരുന്നത്. ആൻഡ് അത് നമ്മൾ കടമെടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്നായിരുന്നു നമ്മളത് കടമെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ 5 വർഷത്തിന്റെ കാലയളവുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ 5 വർഷ കാലയളവ് യൂസ് ചെയ്യുന്നതുകൊണ്ട്, അതുപോലെ തന്നെ 20 വർഷം കൊണ്ട് നേടിയെടുക്കേണ്ട കുറച്ച് ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് അങ്ങനെ നേടിയെടുക്കേണ്ട ലക്ഷ്യങ്ങളുടെ ആ ഒരു ദീർഘകാല പദ്ധതിയാണ് നമ്മൾ പരിപ്രേക്ഷ്യ പദ്ധതി അഥവാ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്ന് പറയുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. എക്കണോമിക്സ് ഭാഗത്തു നിന്നും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പെർസ്പെക്റ്റീവ് പ്ലാൻ എന്താണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഭാഗത്തു നിന്നും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, 4 ലക്ഷ്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, സമത്വം. ഓക്കെ, ഇങ്ങനെ 4 5 ഇയർ പ്ലാൻ ഗോൾസ് ആണ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിനെ കുറിച്ചിട്ട് ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞു പോവാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വളർച്ച. വളർച്ച എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ചയാണ് പറയുന്നത്. എന്താണ് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷിയുടെ വർധനവിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത്. ഇനി മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച സാമ്പത്തിക വളർച്ചയുടെ ഒരു നല്ല സൂചകമാണ്. അപ്പം എന്താണ്? GDP-യിൽ ഉണ്ടാകുന്ന സ്ഥിരതയുള്ള വളർച്ച എന്തിനൊരു നല്ല സൂചകമാണ്? സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു നല്ല സൂചകമാണ്. അപ്പം GDP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വർഷം ഒരു രാജ്യത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിപണി മൂല്യത്തെ ആയിരുന്നു നമ്മൾ എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്. ഓക്കെ, GDP ഒരു വർഷം ഒരു ഉള്ളിലാണെങ്കിലാണ് GDP എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി പഞ്ചവത്സര പദ്ധതിയുടെ അടുത്ത ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആധുനികവൽക്കരണമാണ്. ഓക്കെ, ആധുനികവൽക്കരണം അഥവാ മോഡേണൈസേഷൻ. ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? പുതിയ സാങ്കേതിക വിദ്യനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആധുനിക സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുക, അതാണ് ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സാധനങ്ങളെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവിനായിട്ട് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക, അത് ആധുനികവൽക്കരണത്തിനൊരു കാര്യമാണ്. ഇനി ആധുനികവൽക്കരണം എന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു കാര്യത്തിൽ മാത്രമല്ല, മീൻസ് പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക എന്നുള്ള ആ ഒരു മേഖലയിൽ മാത്രമല്ല നമ്മൾ ആധുനികവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വം, അതായത് സൊസൈറ്റി വൈസും ആധുനികവൽക്കരണം, മോഡേണൈസ്ഡ് ആയിട്ട് ചിന്തിക്കുക, സ്ത്രീ പുരുഷ സമത്വത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതും കൂടിയും നമ്മളുടെ 5 ഇയർ പ്ലാനിന്റെ ഒരു ഗോളായിട്ട് പറയുന്നുണ്ട്. ഓർക്കുക കേട്ടോ, ചിലപ്പോൾ അതൊന്നും നമ്മളുടെ മനസ്സിൽ ചിലപ്പം വരണം എന്ന് തന്നെ ഇല്ല. ആധുനികവൽക്കരണത്തിന്റെ ഒരു സബ് പോയിന്റ് പോലെ വരുന്നതാണ് അത്. 5 ഇയർ പ്ലാനിന്റെ ഗോളാണ്. എന്തായിരുന്നു? പുതിയ സാങ്കേതിക വിദ്യ സ്വീകരിക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നു, അതുപോലെ തന്നെ സ്ത്രീ പുരുഷ സമത്വത്തിനെ കുറിച്ചിട്ടും നമ്മളുടെ ഗോൾസിൽ പറയുന്നുണ്ട്. ഇനി സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ രാജ്യത്ത് തന്നെ യൂസ് ചെയ്യാം. മറ്റുള്ള വിദേശ രാജ്യങ്ങളെ ബേസിക് ആയിട്ടുള്ള ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റു രാജ്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ സ്വാശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്.
ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഇതേപോലെ ഒരു പ്രാവശ്യം ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയത്വ സമീപനത്തിനാണ് ആദ്യ 7 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്താണ് ആദ്യത്തെ 7 പഞ്ചവത്സര പദ്ധതികൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ള എന്തിനാണ്? സ്വാശ്രയത്വത്തിനാണ്. ഓക്കെ, സ്വാശ്രയത്വത്തിനാണ് അവർ മെയിൻ ആയിട്ടും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് സമത്വം എന്ന് പറഞ്ഞാൽ, സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക സമത്വം തന്നെയാണ്. സമ്പത്തിന്റെ വിതരണത്തിലെ അസമത്വം കുറയ്ക്കുക. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം നമുക്ക്. സമ്പത്തിന്റെ വിതരണത്തിലുള്ള ഒരു അസമത്വം കുറയ്ക്കുക എന്നതാണ് ഒരു ഗോള്, പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സമത്വം ഇല്ലെങ്കിൽ, നമ്മളുടെ ഈ ഒരു എക്കോണമിയിൽ സമത്വം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾക്ക് ഇപ്പൊ ബാക്കിയുള്ള ഒരു 3 ഗോൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, അതുപോലെ തന്നെ എന്താണ് സ്വാശ്രയത്വം, ഇതൊക്കെ തന്നെ ആപ്ലിക്കബിൾ ആവണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു സമത്വം വേണം. എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ലഭിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്തൊക്കെ വേറെ അച്ചീവ് ചെയ്തിട്ടും കാര്യമുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഗോൾസും മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സമത്വം എന്നുള്ള ഈ ഒരു കാര്യം മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബാക്കി കാര്യത്തിനും ഒരു മീനിങ് ഇല്ലാത്തതുപോലെ ആയിട്ട് മാറും. അപ്പം നമുക്ക് എങ്ങനെ പറയാം? സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങൾ സമ്പന്നരായ കുറച്ചുപേർ മാത്രം അനുഭവിക്കുന്നതിന് പകരം ദരിദ്ര വിഭാഗങ്ങൾക്കും ലഭ്യമാവുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് സാമ്പത്തിക വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയ്ക്ക് പുറമെ സമത്വവും പ്രാധാന്യം അർഹിക്കുന്നു. എല്ലാ ഇന്ത്യക്കാർക്കും ഭക്ഷണം, വാസയോഗ്യമായ പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാക്കുകയും അതിനായിട്ട് സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം കുറച്ചുകൊണ്ടുവരികയും വേണം. ഈ ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ബേസിക് നീഡ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരാളുടെ ബേസിക് നീഡ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? ഭക്ഷണം, വാസയോഗ്യമായിട്ടുള്ള പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ സാക്ഷാത്കരിക്കാൻ പ്രാപ്തരാക്കുകയും അതിനായിട്ട് സമ്പത്തിന്റെ വിതരണത്തിലുള്ള അസമത്വം കുറച്ചുകൊണ്ട് വരികയും വേണം. എക്കണോമിക്സ് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് മെഹലനോബിസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ നമ്മൾ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതും എക്സാമിൽ പല പ്രാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതാരായിരുന്നു? അത് മെഹലനോബിസ് ആണ്, PC മെഹലനോബിസ് ആണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഒന്ന് ഓർത്തു വെച്ചേക്കുക. പ്രശാന്ത് ചന്ദ്ര മെഹലനോബിസ് എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് ആസൂത്രണ നയങ്ങളൊക്കെ ആയിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് മെയിൻ ആയിട്ടും അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ നമ്മൾ വേറൊരു പേരും കൂടി പറയാറുണ്ടായിരുന്നു. അത് PC മെഹലനോബിസ് മോഡൽ എന്നും കൂടി അറിയപ്പെടുന്ന മോഡലാണ് എന്ത് പറയുന്നത്? സെക്കൻഡ് പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം 1893 കൽക്കത്തയിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത്. സാങ്കേതികം എന്ന വിഷയത്തിൽ നൽകിയ സംഭാവന അദ്ദേഹത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനാക്കി. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ അദ്ദേഹം വളരെ കുറെ അധികം സംഭാവനകളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ അദ്ദേഹം 1946 അംഗമായി. ശാസ്ത്രജ്ഞരുടെ ഒരു സംഘടനയാണ്, പ്രശസ്തമായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞരുടെ സംഘടനയാണ് ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം അതിൽ അംഗമായിട്ടുണ്ടായിരുന്നു. ഏത് വർഷം? 1946. ഇനി മെഹലനോബിസ് കൽക്കത്തയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുകയും സാങ്ക്യ എന്ന ജേർണൽ ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചത് ആരാണ്? മെഹലനോബിസ് ആണ്. എവിടെയാണ്? കൽക്കത്തയിലാണ്. ഇനി അദ്ദേഹം ആരംഭിച്ച ജേർണൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? അത് സാങ്ക്യ ആണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കാർഷിക രംഗത്ത് പഞ്ചവത്സര പദ്ധതികൾ എന്ത് സ്വാധീനമാണ് ചെലുത്തിയത് എന്നുള്ളതാണ്. കൊളോണിയൽ ഭരണകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ കാർഷിക മേഖലയിൽ വളർച്ചയോ തുല്യതയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു രീതിയിലായിരുന്നു കാർഷിക രംഗം പോയിക്കൊണ്ടിരുന്നത്. കാരണം അവിടെ ഭൂനികുതി സമ്പ്രദായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷിയോട് വളരെ വലിയൊരു അവഗണന അന്നത്തെ കൊളോണിയൽ ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. കടബാധ്യതകളും ദാരിദ്ര്യവും ഒക്കെ കൂടി കയറിയിട്ട് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു കാർഷിക രംഗം ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്, കാർഷിക മേഖലയെ വികസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ആണ് പിന്നീടുള്ള കാലത്ത് അവിടുത്തെ നയങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിനായിട്ട് കാർഷിക മേഖലയിൽ ഒരു വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 പ്രധാനപ്പെട്ടിട്ടുള്ള പരിഷ്കാരങ്ങളായിരുന്നു ആ സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഭൂപരിഷ്കരണവും അതുപോലെ തന്നെ ഹരിത വിപ്ലവവും. ഓർത്തിരിക്കുക, ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവവുമാണ് ഫസ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് കാർഷിക രംഗത്തിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വണ്ണാണ് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൈവശ ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? കൈവശ ഭൂമിയുടെ ഉടമസ്ഥതയിലുള്ള മാറ്റം.
കാർഷിക മേഖലയിൽ സമത്വം കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഭൂപരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത്. കാർഷിക മേഖലയിൽ എന്തിനു വേണ്ടിയിട്ട് സമത്വം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഭൂപരിഷ്കരണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് രണ്ട് നടപടികളിലൂടെയാണ് നമ്മൾ മെയിനായിട്ട് ഭൂപരിഷ്കരണം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ജമീന്ദാരി സമ്പ്രദായത്തിന്റെ നിരോധനമായിരുന്നു. ഓക്കെ, എന്താണ്, ഭൂമിയിൽ അധ്വാനിക്കുന്നവർ ഭൂമിയുടെ ഉടമസ്ഥരാക്കാനുള്ള ശ്രമമാണ് ആദ്യമായിട്ട് നടത്തിയിരുന്നത്. അതായത് ജമീന്ദാരി സമ്പ്രദായം നിരോധിക്കുക. ജമീന്ദാരി സമ്പ്രദായം എന്തായിരുന്നു, ഒരു ജമീന്ദാർ ഉണ്ടാവും, അയാളുടെ അണ്ടറിലായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക, നമ്മൾ ഈ കർഷകര് പാട്ടം കൊടുക്കുക, അതായിരുന്നു ജമീന്ദാരി സമ്പ്രദായം. ആദ്യം തന്നെ നമ്മൾ അതാണ് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കൃഷിഭൂമി കർഷകന്. ഓക്കെ, സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാം, കൃഷിഭൂമി കർഷകന് കൊടുക്കുക എന്നുള്ള ഒരു നയം ആണ് ആദ്യം നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഭൂപരിധി നിശ്ചയിക്കൽ അഥവാ ഭൂപരിധി നിർണയം എന്ന് പറയുന്നത്. അതിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക. ഓക്കെ, എന്താണ്, ഒരു വ്യക്തിക്ക് പരമാവധി കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിക്കുക എന്നതാണ് ഭൂപരിധി നിർണയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പണ്ടത്തെ കാലത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ ഒത്തിരി ഉണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു തുണ്ട് ഭൂമി പോലും ഉണ്ടാവില്ല. ആ ഒരു അസമത്വം മാറ്റിമറിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സമത്വത്തിന്റെ കാര്യം ഗോളായിട്ടുള്ളത്. അപ്പം ഇവിടെ ആ ഒരു സമത്വം ഇല്ലായ്മയാണ് കണ്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമത്വം ഇല്ലായ്മ മാറ്റിയിട്ട് ഭൂപരിധിയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും, ഉള്ളവന്റെ കയ്യിലും ഇല്ലാത്തവന്റെ കയ്യിലും ഏകദേശം ഒരുപോലെ ഭൂമിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഭൂപരിധി നിർണ്ണയിക്കൽ, അങ്ങനെ രണ്ട് കാര്യങ്ങൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഭൂപരിഷ്കരണം നമ്മൾ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഭൂപരിഷ്കരണം നടന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് പറയാം, ഭൂപരിഷ്കരണം ഇടനിലക്കാരായിട്ടുള്ള ജമീന്ദാർമാരുടെ ചൂഷണത്തിൽ നിന്നും കർഷകരെ ഒരു പരിധി വരെ സ്വതന്ത്രരാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ്, കർഷകരെ ജമീന്ദാർമാരുടെ ചൂഷണത്തിൽ നിന്നും സ്വതന്ത്രരാക്കി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൃഷിഭൂമി കർഷകന് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൃഷിഭൂമി കർഷകന് കൊടുക്കുമ്പോൾ എന്താവും, അവർക്ക് കുറച്ചും കൂടി ജോലി ചെയ്യാനുള്ള ഒരു ഉത്തേജനം കിട്ടും. കാർഷിക വളർച്ചയ്ക്ക് സംഭാവനകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവും. അങ്ങനെ ഇത് രണ്ടും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭൂപരിഷ്കരണത്തിന്റെ മെറിറ്റ് എന്ന രീതിയിൽ പറയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അടുത്തതായിട്ട് കാർഷിക രംഗത്ത് കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഹരിത വിപ്ലവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്? ഹരിത വിപ്ലവം എന്നത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിലുണ്ടായ വൻ വർധനവാണ്. ഓക്കെ, എന്താണ് ഹരിത വിപ്ലവം എന്നത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉൽപാദനത്തിലുണ്ടായ വൻ വർധനവാണ്. ഇത്തരത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുന്നതിന് കൃത്യമായ അളവിൽ രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവയും സ്ഥിരമായ ജലസേചനവും ആവശ്യമാണ്. ഇതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ പറയാം, ശരിയായ ജലസേചനം, വളപ്രയോഗം, കീടനാശിനിയുടെ ഉപയോഗം എന്നിവയ്ക്കൊപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം, ശരിയായ ജലസേചനം, വളപ്രയോഗം, കീടനാശിനികളുടെ ഉപയോഗം എന്നിവയോടൊപ്പം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് ഹരിത വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയായിരിക്കും ഹരിത വിപ്ലവം നമ്മൾ അഡാപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? നമുക്കറിയാം, സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് ഇന്ത്യ തികച്ചും ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു. നമുക്കറിയുന്ന കാര്യമാണ്, സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം ഒരു 75% ആൾക്കാർ മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാർഷിക മേഖലയായിരുന്നു. ഓക്കെ, പക്ഷേ എന്താണ്, വെറും കാർഷിക മേഖലയെ ഡിപ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മളുടെ സാമ്പത്തികമായിട്ട് ഒരു പുരോഗതി, നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ ഒരു പുരോഗതി ഒന്നും തന്നെ കൊണ്ടുവരാൻ സാധിക്കില്ലായിരുന്നു. ഇനി സ്വാതന്ത്ര്യ സമയത്ത് കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. ഓക്കെ, എന്താണ്, കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ്? ആ സമയത്ത് നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഉപകരണങ്ങളും കാര്യങ്ങളും ഒന്നും ആയിരുന്നില്ല നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് മൺസൂണിനായിരുന്നു ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ജലസേചനം എന്നുള്ളൊരു കാര്യം നമ്മൾ കാര്യമായിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാണോ മഴ പെയ്യുന്നത് മഴയ്ക്കനുസരിച്ചായിരുന്നു നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. ഓക്കെ, അങ്ങനെ അതുപോലെ തന്നെ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒക്കെ അഭാവം, ഇതൊക്കെ കാരണം കൊണ്ടായിരുന്നു കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വളരെ കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്ക് ഒരു വിധത്തിൽ എന്ത് പറയാം, ഒരു സ്തംഭനാവസ്ഥയിൽ, കാർഷിക മേഖല ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു ഹരിത വിപ്ലവം വരുന്നത് വരെ. ഹരിത വിപ്ലവം ആണ് ഇതിനെ ഒക്കെ ട്രിഗർ ചെയ്തിട്ട് അതിനൊരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്.
അപ്പം ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം വരുന്നുണ്ട്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാക്ടറുകൾ, പമ്പ് സെറ്റ്, അതായത് ജലസേചന സൗകര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, മെച്ചപ്പെട്ട വർദ്ധിച്ച ജലസേചന സൗകര്യങ്ങൾ, കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് വായ്പ നൽകൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഓർത്തിരിക്കുക, ഇത്രയും പ്രത്യേകതകളുണ്ട് ഹരിത വിപ്ലവത്തിന്. ആൻഡ് ഈ ഒരു ഹരിത വിപ്ലവം രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ഓക്കെ, രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഹരിത വിപ്ലവത്തിന്റെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. ആദ്യഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 1960ന്റെ പകുതി മുതൽ 1970ന്റെ പകുതി വരെ, അതായത് 1965 മുതൽ 75 വരെയുള്ള ആ ഒരു സമയത്താണ് ഹരിത വിപ്ലവത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്. അവിടെ ആ ഒരു സമയത്ത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സാമ്പത്തികമായിട്ട് മുന്നിൽ നൽകുന്ന പഞ്ചാബ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായിട്ട് പരിമിതപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പം ഒന്നാം ഘട്ടത്തിൽ എവിടെയാണ് മെയിൻ ആയിട്ടും ഒരു ഇമ്പോർട്ടൻസും ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത്? സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന 3 സംസ്ഥാനങ്ങൾക്കാണ്, പഞ്ചാബിനും ആന്ധ്രാപ്രദേശും തമിഴ്നാട്ടിലും. ഈ 3 സ്ഥലങ്ങളിലാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലുപരി അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഗോതമ്പ് കൃഷിയിലായിരുന്നു. ഓക്കെ, നമ്മൾ പഠിക്കുന്നതാണ് ഹരിത വിപ്ലവം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ഏത് മേഖലയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഗോതമ്പ് കൃഷിയുടെ മേഖലയിലാണ്. ഇനി രണ്ടാം ഘട്ടമാണെങ്കിൽ ഏതാണ്? 1970ന്റെ പകുതി മുതൽ 80ന്റെ പകുതി വരെയാണ്, അതായത് 75 മുതൽ 85 വരെയാണ് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്തു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും സാങ്കേതികവിദ്യയും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കുകയും കൂടുതൽ വൈവിധ്യമുള്ള വിളകൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഹരിത വിപ്ലവ സാങ്കേതിക വിദ്യയുടെ വ്യാപനം ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ പ്രാപ്തമാക്കി. അപ്പം ഈ ഒരു രണ്ട് ഘട്ടങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടുകയാണ് ചെയ്യുന്നത്. ഇനി ഹരിത വിപ്ലവത്തിലൂടെ എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ഉണ്ടായി നോക്കിയിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ വേണ്ടിയിട്ട് പറ്റി എന്നുള്ളതാണ്. അതായത് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾക്ക് അവരിനി ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തി. ഇനി പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കമ്പോള മിച്ചമായിരുന്നു. കമ്പോള മിച്ചം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കർഷകൻ അയാളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ശേഖരം കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് വിൽക്കുന്നത്. ബാക്കിയുള്ള ആ ഒരു ശേഖരം വരുന്നതിനെയാണ് നമ്മൾ കമ്പോള മിച്ചം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കമ്പോള മിച്ചം വരുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യുന്നത്? നമുക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുകയാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ മാത്രമുള്ള കാര്യങ്ങളെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരുന്നുള്ളൂ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മളുടെ പുവർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ തന്നെ ടെക്നോളജിയും ഒക്കെ കാരണം നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഹരിത വിപ്ലവം വന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളും ഉപയോഗിക്കാനും അതുവഴി കൂടുതൽ പ്രൊഡക്ഷൻ നടത്താനും സാധിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കമ്പോളം മിച്ചം ഉണ്ടാവുന്നുണ്ട്. അത് വിൽക്കുമ്പോൾ കർഷകന് കൂടുതൽ ഇൻകവും കിട്ടുന്നുണ്ട്. ഇനി കമ്പോളം മിച്ചം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലായിട്ട് എക്സസ് ആയിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അപ്പം എന്താവും? എക്കോണമിയിൽ നോക്കുകയാണെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയാൻ തുടങ്ങും. ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറയുമ്പോൾ അത് താഴ്ന്ന വരുമാനമുള്ള ആൾക്കാർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എന്താണ് കൂടുതൽ ആക്സസബിൾ ആയിട്ട് വരും. അതായത് കൂടുതൽ വില കൊടുത്തിട്ട് വാങ്ങേണ്ട ആവശ്യം ഇല്ലാത്ത ഒരു ഇതിലേക്ക് വരും. പിന്നെ എന്താണ് ഒരു ഇത് വരുന്നത്? ഭക്ഷ്യദൗർലഭ്യം. ഭക്ഷ്യദൗർലഭ്യം ഒക്കെ ഉണ്ടാവുക എന്നുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാന്യ ശേഖരം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട്. അതായത് അതൊക്കെയാണ് ഹരിത വിപ്ലവത്തിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ളത്. ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിൽ കുറവുണ്ടായി, അതുകൊണ്ട് താഴ്ന്ന വരുമാനമുള്ളവർക്ക് പോലും ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ ധാന്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ധാന്യ ശേഖരം ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് സഹായം ലഭിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അത് ഇവരുടെ ലിമിറ്റേഷൻസ്, എന്ത് കാര്യത്തിനാണെങ്കിലും മെറിറ്റ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിമെറിറ്റ്സ് ഉണ്ടാവും. ഇനി ഡിമെറിറ്റ്സ് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പുതിയ ടെക്നോളജീസ്, അതേപോലെ തന്നെ പുതിയ തരത്തിലുള്ള ഹൈബ്രിഡ് ആയിട്ടുള്ള സീഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതിനൊക്കെ തന്നെ നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കുറഞ്ഞ പൈസയിൽ ജീവിക്കുന്ന, അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു കർഷകനാണെങ്കിൽ അയാൾക്ക് ഇതെല്ലാം ആക്സസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ചെറുകിട കർഷകനും വൻകിട കർഷകനും തമ്മിലുള്ള അന്തരം കൂടുകയാണ് ചെയ്യുന്നത്. ഇനി
പിന്നെ ഒന്നെന്ന് പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കീടാക്രമണ സാധ്യതയാണ്. ഓക്കെ, അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കൂടുതൽ കീടാക്രമണ സാധ്യത ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്താണ് കീടങ്ങൾ ആക്രമിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ് ഈ അത്യുൽപാദന മേന്മയുള്ള വിളകൾ എന്ന് പറയുന്നത്. ഇനി ജലസേചന സൗകര്യങ്ങളെ അമിതമായി ആശ്രയിച്ചത് ഭൂഗർഭ ജലത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറച്ചു. ഓക്കെ, ഓർത്തിരിക്കുക, ഭൂഗർഭ ജലത്തിന്റെ ആ ഒരു അളവിനെയും ഈ ഒരു ജലസേചന സൗകര്യം നമ്മൾ ഉപയോഗിക്കാൻ സ്റ്റാർട്ട് ചെയ്തതോട് കൂടിയിട്ട് അതിലും ഗണ്യമായിട്ടുള്ള ഒരു കുറവ് ഇത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹരിത വിപ്ലവത്തിന് സമയത്ത് നമ്മൾ രാസവളങ്ങളും കീടനാശിനികളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ ഒക്കെ തന്നെ അമിത ഉപയോഗം കാരണം മണ്ണിന്റെ സ്വാഭാവിക ഫലഭൂയിഷ്ഠതയെയും ഇത് ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എത്രയൊക്കെയാണ് ഈ ഹരിത വിപ്ലവത്തിന്റെ ദോഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് വ്യാവസായിക നയപ്രമേയം 1956 IPR 1956 എന്ന് പറയുന്നത്. മെയിൻ ആയിട്ടും എന്താണ്, സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായിട്ട് 1956 പുതിയ വ്യാവസായിക നയം അംഗീകരിക്കുന്നത്. ആൻഡ് ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അടിത്തറയായിരുന്നു. ഓർത്തിരിക്കുക, ഈ ഒരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരാം. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അടിത്തറയായത് ഏതാണ്? അത് IPR 1956 ആണ്. ഇനി ഇത് പ്രകാരം വ്യവസായങ്ങളെ മൂന്നായിട്ട് തരംതിരിക്കാം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നായിട്ട് വ്യവസായങ്ങളെ തരംതിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളത്. ഓക്കെ, സർക്കാരിന്റെ മാത്രം ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങളാണ് ഒന്നാം വിഭാഗത്തിൽ പെടുന്നത്. രണ്ടാം വിഭാഗത്തിൽ പെടുന്നത് പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും സർക്കാരിൽ നിക്ഷിപ്തമായതും അത്തരത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുന്ന സ്വകാര്യ വ്യവസായങ്ങളെയാണ് നമ്മൾ രണ്ടാം വിഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, ഒന്നാം വിഭാഗത്തിൽ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതാണെങ്കിൽ രണ്ടാം വിഭാഗത്തിൽ എന്താണ്, സർക്കാരിന്റെയും അതുപോലെ തന്നെ സ്വകാര്യം രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള വ്യവസായങ്ങളെയാണ് രണ്ടാമത്തേൽ പറയുന്നത്. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് അവശേഷിക്കുന്ന വ്യവസായങ്ങളാണ്. പൂർണ്ണമായിട്ടും അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിട്ടുള്ള വ്യവസായങ്ങളാണ്. പക്ഷേ എന്നിരുന്നാലും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വകാര്യ മേഖലയ്ക്ക് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും അവിടെ ലൈസൻസിങ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഒരു എന്താ പറയുക നിയന്ത്രണങ്ങളൊക്കെ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. പൂർണ്ണമായിട്ടും സർക്കാരിന്റെ അണ്ടറിലല്ല, ചെറിയ രീതിയിൽ പക്ഷേ സർക്കാരിന്റെ കൺട്രോളിലും ആണ് താനും. ഏത് മുഖേന? ലൈസൻസിങ് മുഖേന, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറയുന്ന ആ ഒരു ടേം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സ്വകാര്യ മേഖലയെ സർക്കാർ നിയന്ത്രണത്തിലാക്കിയത് ലൈസൻസിംഗ് സംവിധാനത്തിലൂടെയാണ്. സർക്കാരിൽ നിന്നും ലൈസൻസ് ലഭിക്കാതെ നമ്മൾക്ക് പുതിയ ഒരു വ്യവസായവും തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇനി പിന്നാക്ക മേഖലയിൽ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലൈസൻസിംഗ് നയം സഹായകമാണ്. ഈ ഒരു ലൈസൻസിംഗ്, ഇൻഡസ്ട്രിയൽ ലൈസൻസിംഗ് എന്തിനാണ്? പിന്നാക്ക മേഖലയിലെ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഇത് സഹായകമാണ്. ഇത്തരം മേഖലകളിൽ ആരംഭിക്കുന്ന വ്യവസായങ്ങൾക്ക് ലൈസൻസ് ലഭിക്കാനും സുഖമാണ്. ആൻഡ് ഇങ്ങനെ ഒരു ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ എലവൻസ് കിട്ടും? കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി, അതുപോലെ തന്നെ കുറഞ്ഞ നിരക്കിൽ നികുതി, സബ്സിഡി എന്നിങ്ങനെ കുറെ ഇളവുകളൊക്കെ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്, സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന മേഖലയിലാണ് വ്യവസായം തുടങ്ങുന്നതെങ്കിൽ ലൈസൻസ് ലഭിക്കുക എളുപ്പമാണ്. ഇതിനു പുറമെ അത്തരം വ്യവസായശാലകൾക്ക് കുറഞ്ഞ നിരക്കിലുള്ള വൈദ്യുതി, കുറഞ്ഞ നികുതി എന്നിങ്ങനെ ഇളവുകളും ലഭിക്കുന്നു. പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു പ്രസ്തുത നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്, പ്രാദേശിക സന്തുലിതാവസ്ഥ പ്രോത്സാഹിപ്പിക്കുക. ഇനി ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഉൽപാദനം വൈവിധ്യവൽക്കരിക്കാനും ഒക്കെ തന്നെ എന്തിന്റെ ആവശ്യമുണ്ട്? ഈ ഒരു ലൈസൻസിങ് ആവശ്യമാണ്. ഓക്കെ, ഉൽപാദനം എന്തിൻ്റെങ്കിലും ഒരു ഉൽപാദനത്തിന് വൈവിധ്യവൽക്കരിക്കണം. എന്തെങ്കിലും മീൻസ് അത് പുതിയതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാനൊക്കെ അവർക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിലും, അതുപോലെ തന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമുക്ക് എന്ത് വേണം? പുതിയതായിട്ട് ഒരു ലൈസൻസ് വേണ്ടതാണ്. എന്തിനാണ് ഈ ലൈസൻസ്? ഉൽപാദനത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഉൽപാദനം കൂടുതലായിട്ടുള്ള ഉൽപാദനം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈസൻസിങ് ഉപയോഗിക്കുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടാണ്. 1955 ഒരു ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി നമ്മൾ രൂപീകരിക്കുന്നത്. ആൻഡ് അതിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത് കാർവേ ആണ്, DK കാർവേ ആണ് അതിന്റെ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അതിന് കാർവേ കമ്മിറ്റി എന്നും പറയുന്നുണ്ട്. ആ ഒരു വർഷം ഓർത്തിരിക്കുക, കാർവേ കമ്മിറ്റിയുടെ വർഷം 1955 ആണ്. അദ്ദേഹം ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഗ്രാമീണ മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഗ്രാമീണ മേഖലയുടെ വികസനത്തിനും വേണ്ടിയുള്ള ഒരു സംരംഭമായിരുന്നു ഈ ചെറുകിട വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി
ചെറുകിട വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് മെയിനായിട്ടും ഉൾക്കൊണ്ടിരുന്ന നടപടികൾ എന്ന് പറയുന്നത് നിരവധി സാധനങ്ങളുടെ ഉൽപ്പാദനം ചെറുകിട വ്യവസായത്തിനായിട്ട് സംവരണം ചെയ്തു. ഓക്കെ, എന്താണ് നിരവധി ചില വ്യവസായങ്ങളൊക്കെ തന്നെ ചെറുകിട മേഖലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് സംവരണം ചെയ്തു. ഇനി നികുതി ഒഴിവ്, എക്സൈസ് തീരുവയുടെ കുറവ്, കുറഞ്ഞ പലിശ നിരക്കിൽ ബാങ്ക് വായ്പ തുടങ്ങിയ ഇളവുകളും ഇവർക്ക് നൽകി. ഓക്കെ, അപ്പം ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ചില വ്യവസായങ്ങളെയൊക്കെ ചെറുകിട മേഖലയ്ക്ക് മാത്രമായിട്ട് സംവരണം ചെയ്തു. അതുപോലെ തന്നെ കുറഞ്ഞ എക്സൈസ് തീരുവ, കുറഞ്ഞ പലിശ നിരക്കിലുള്ള ബാങ്ക് വായ്പ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ ഗവൺമെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് ഇറക്കുമതി ബദൽ വ്യാപാര നയം അഥവാ ട്രേഡ് പോളിസി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് തദ്ദേശീയമായിട്ട് ഉണ്ടാക്കുക, ഇമ്പോർട്ട് ചെയ്യുന്നത് നിർത്തലാക്കുക, ഇമ്പോർട്ട് ചെയ്യുന്നതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. തദ്ദേശീയ വിഭവങ്ങൾ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ആദ്യ 7 പഞ്ചവത്സര പദ്ധതികളുടെയും സവിശേഷത എന്ന് പറയുന്നത്. സാങ്കേതികമായി ഈ തന്ത്രം ഇറക്കുമതി ബദൽ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, തദ്ദേശീയ വിഭവങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ആ ഒരു തന്ത്രത്തിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറക്കുമതി ബദൽ അഥവാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇറക്കുമതി വസ്തുക്കൾക്ക് പകരം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഇനി ആഭ്യന്തര വ്യവസായങ്ങൾക്ക് ഇറക്കുമതിയിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രധാനമായിട്ടും 2 മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് ഇറക്കുമതി ചുങ്കവും, രണ്ടാമത്തേതാണ് ക്വാട്ട സമ്പ്രദായം. ഓക്കെ, ആദ്യത്തെ ഇറക്കുമതി ചുങ്കമാണ്. ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറക്കുമതി സാധനങ്ങൾക്ക് മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതി. ഓക്കെ, ഇറക്കുമതി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് മുകളിൽ നമ്മൾ ചുമത്തുന്ന നികുതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, അതായത് ടാരിഫ് എന്നൊക്കെ പറയും. ടാരിഫ് എന്നാണ് ഇറക്കുമതിനെ നമ്മൾ പറയുന്നത് കേട്ടോ, ടാരിഫ് എന്ന് പറയും. അതാണ് ഇറക്കുമതി സാധനങ്ങൾക്ക് മേൽ ഗവൺമെന്റ് ചുമത്തുന്ന നികുതി. ഇവ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാനും അവയുടെ ഉപയോഗം കുറയ്ക്കാനും സാധിക്കും. ഓക്കെ, നമ്മൾ തദ്ദേശീയ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇറക്കുമതി സാധനങ്ങൾക്ക് നമ്മൾ വാങ്ങാതിരിക്കണമെങ്കിൽ വില കൂടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രൈസസ് അതിൻ്റെ മുകളിൽ ഇമ്പോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാരിഫ്സ് ചെയ്യുന്നത്, ഇറക്കുമതി ചുങ്കം ഈ സാധനങ്ങളുടെ മേലൊക്കെ ചുമത്തുന്നത്. അതോടുകൂടിയിട്ട് അതിന്റെ വില കൂടുമ്പം ആൾക്കാരുടെ ഉപയോഗം കുറയും. അടുത്തതാണ് ക്വാട്ട സമ്പ്രദായം എന്ന് പറയുന്നത്. ക്വാട്ട സമ്പ്രദായം എന്താണ്? ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിന്റെ എണ്ണത്തിലോ അളവിലോ ഏർപ്പെടുത്തുന്ന നിയന്ത്രണത്തിനെയാണ് നമ്മൾ ക്വാട്ട സമ്പ്രദായം എന്ന് പറയുന്നത്. എത്രമാത്രം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യാം എന്ന് നിജപ്പെടുത്തുന്നതാണ് ക്വാട്ട സമ്പ്രദായം എന്ന് പറയുന്നത്. വിദേശ മത്സരത്തിൽ നിന്നും ആഭ്യന്തര വ്യവസായങ്ങളെ സംരക്ഷിക്കാനും കൂടി നമ്മൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വാട്ട സമ്പ്രദായം. അപ്പൊ 2 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കുന്നത്. ഇറക്കുമതി ചുങ്കവും അതുപോലെ തന്നെ ക്വാട്ട സമ്പ്രദായവും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മളുടെ ഒരു PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്ക് നോക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്, ഇതും നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഉയർന്ന അനുപാതത്തിൽ ഉൽപ്പന്നം നൽകുന്ന വിത്തുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? HYV വിത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഉയർന്ന അനുപാതത്തിൽ ഉൽപാദനം നൽകുന്ന വിത്തുകൾ. ഇനി ഇറക്കുമതി ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളുടെ അനുവദനീയമായിട്ടുള്ള അളവിനെ കുറിച്ച് പറയുന്നതാണ് ക്വോട്ട എന്ന് പറയുന്നത്. ഇനി ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? അത് പ്രധാനമന്ത്രിയായിരിക്കും. ഒരു വർഷം ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്, അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായിട്ട് കാർഷിക മേഖലയിൽ നടത്തുന്ന മെച്ചപ്പെടുത്തൽ എന്താണ്? അതാണ് ഭൂപരിഷ്കരണം. എങ്കിൽ ഉൽപാദന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് നൽകുന്ന സാമ്പത്തിക സഹായത്തിനെയാണ് നമ്മൾ സബ്സിഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ബോക്സ് ചിലപ്പോൾ ഇതൊക്കെ അതേപടിയൊക്കെ എടുത്ത് ചോദിക്കാവുന്നതൊക്കെയാണ്, അപ്പോൾ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. സോ ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ്. ഹാപ്പി ലേണിംഗ്.